മൂന്നാമത്തെ നോമ്പായിട്ടെ എന്തൊക്കെയാണ് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു മുട്ട ബോക്സാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 3-4 മുട്ട ഒന്ന് പുഴുങ്ങാനായിട്ടൊന്ന് വെച്ചിട്ടുണ്ടേ. പിന്നെ ഇതാ വേറൊരു കടായി വെച്ചിട്ട് അതിലേക്കൊരു 1-2 ടീസ്പൂൺ മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു 3 സവാള ഞാൻ ഒന്ന് തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകിയതിന് ശേഷം സ്ലൈസാക്കി നിർത്തിയിട്ടുണ്ടേ. അതൊന്ന് നമുക്ക് ഒരു എണ്ണയിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 3 സവാള വലുതല്ല കേട്ടോ, വളരെ ചെറിയ സവാളാണ് 3 ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ സവാളയൊക്കെ ഒന്ന് വഴറ്റി ഈ ഒരു നിറയെ വന്നിട്ടുണ്ടേ. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്തെടുക്കാം. വളരെ കുറച്ച് മാത്രം പൊടികൾ ചേർത്ത് വെച്ചാൽ മതി കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മാത്രം മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി പ്ലസ് നോർമൽ ചില്ലി പൗഡറാണ്. കുറച്ച് മല്ലിയില അരിഞ്ഞതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കും. ആ ഒരു പൊടികളുടെയൊക്കെ ഒരു പച്ചച്ചുവ മാറി വരുന്നവരെ നമുക്കിതൊന്ന് വഴിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ടേ. പിന്നെ കുറച്ചൊരു 1-2 ടീസ്പൂൺ മാത്രം ഒരു ടൊമാറ്റോ സോസും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. സമോസ ഷീറ്റിലാണ് ഇതൊന്ന് ബോക്സ് ആക്കിയിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഒരു സമോസ ഷീറ്റ് ഇങ്ങനെ വയ്ക്കാം. എന്നിട്ട് അതിൻ്റെ ഒരു നടുഭാഗത്തായിട്ട് കുറച്ച് മൈദാമാവും വെള്ളവും കൂടെ ഒന്ന് പേസ്റ്റാക്കി വെച്ചതാണ് അത് ഇതുപോലെ തേച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ക്രോസായിട്ട് വേറൊരു സമോസ ഷീറ്റും കൂടെ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ ആ ഒരു നടുഭാഗത്തായിട്ട് നമുക്ക് 1 ടീസ്പൂൺ ആ ഒരു മസാലക്കൂട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഒരുപാട് വെക്കേണ്ട കേട്ടോ, ഒരുപാട് വെച്ചാലേ ബോറായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. ആവശ്യത്തിന് മാത്രം കുറച്ചൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതാ പുഴുങ്ങി തൊലിക്ക് കളഞ്ഞ് കഴുകി 2ആയിട്ട് മുറിച്ചെടുത്തിട്ടുള്ള മുട്ടയാണ്. അതിൻ്റെ ഒരു പകുതി ഭാഗം നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു പപ്സൊക്കെ കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് ഉണ്ട്. പപ്സ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നു, ഇത് ജസ്റ്റ് നമുക്ക് എണ്ണയിലൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നു, അത്രേ ഉള്ളേ. എന്നിട്ട് ഇതിൻ്റെ ഒരു 4 ഭാഗത്തും കുറച്ച് മൈദ പേസ്റ്റ് ഉണ്ടല്ലോ, നമുക്കിതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാം. ക്രോസ് ചെയ്തിട്ട് തന്നെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ആദ്യം ഒരു പോർഷൻ ഇങ്ങനെ ഒന്ന് ഒട്ടിക്കാം. എന്നിട്ട് ഈ സൈഡിൽ നിന്ന് ഒരു പോർഷൻ എടുത്ത് നമുക്ക് ഇങ്ങോട്ട് ഒട്ടിക്കാം. അങ്ങനെ നമുക്കിതുപോലെ ഒന്ന് ക്രോസ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ഒട്ടിച്ചൊന്നെടുക്കാം. അത് കറക്റ്റ് ഒരു ബോക്സിൻ്റെ രീതിയിൽ തന്നെ കിട്ടും. അപ്പോൾ അതാ ഒരെണ്ണം റെഡിയാക്കിയിട്ടുണ്ടേ. ഇതുപോലെ തന്നെ ഞാൻ എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. മുട്ട ബോക്സ് എല്ലാം എന്താ അവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ടേ. ഇതിപ്പോൾ നമ്മൾ മുട്ട വെച്ച് ചെയ്യുന്ന ഒരു സ്നാക്സ് ആയതുകൊണ്ട് അന്നത്തേക്ക് മാത്രം റെഡിയാക്കിയിട്ടൊന്ന് എടുത്താൽ മതി കേട്ടോ ഫില്ലിങ്ങൊക്കെ. പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സപ്പോട്ടയാണ്, കുറേ നല്ല പഴുത്തിരിപ്പുണ്ടായിരുന്നു, അതൊക്കെ തൊലി കളഞ്ഞൊന്ന് കട്ട് ചെയ്തൊന്ന് വെച്ചു. പിന്നെ നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാൻ കേട്ടോ. ഇപ്പം നോമ്പ് തുറക്കുന്നതിൻ്റെ അരമണിക്കൂർ മുന്നേക്കാണ് ഈ ഒരു ഫ്രൈഡ് ഐറ്റംസ്, അതായത് പെട്ടെന്ന് റെഡി ആവുന്നതാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ആ ഒരു കടായിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടാവുന്നതിന് ശേഷം നമുക്ക് ഓരോ ബോക്സ് ആയിട്ടിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം. 2-3 ഒരുമിച്ച് ഫ്രൈ ആക്കണമെന്നുണ്ടെങ്കിൽ വലിയ പാൻ എടുത്തിട്ട് അതിൽ നിറയെ എണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ ഫ്രൈ ആക്കിയിട്ടെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയിലേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കിയിട്ട് ഓരോന്നും ചേർത്ത് കൊടുത്തിട്ടാണ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത്. അപ്പം എണ്ണയ്ക്ക് ഒരുപാട് ചൂട് കൂടിപ്പോയി കഴിഞ്ഞാലുണ്ടല്ലോ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഫ്ലെയിം ഒന്ന് മീഡിയം ടു ലോ ആക്കിയിട്ടൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ. ഇന്നിപ്പോൾ അധികം വലിയ പണിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. തലേദിവസത്തെ മീൻ കറി കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. പിന്നെ എന്തിനാ കളയണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വേറെ കറിയൊന്നും വെക്കാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മീൻ കറിയായിരുന്നു നമ്മൾ അത്താഴത്തിന് വേണ്ടിയിട്ട്. പിന്നെ അത്താഴത്തിന് വേണ്ടി പുട്ടും മീൻ കറി, പപ്പടം അങ്ങനെയൊക്കെ ആയിരുന്നേ. കഞ്ഞിയും തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നോമ്പ് കഞ്ഞിയും കൂടെ ഇന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. 2 സൈഡും തിരിച്ച് മറിച്ച് കിട്ടിയിട്ടൊന്ന് നല്ല രീതിയിലൊന്ന് ഒരു കളറായി വരുന്നവരൊന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കണേ. ഒരെണ്ണം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതിയേ കളറ്. ഇത് നമുക്കിനി വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റാം. ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ടേ അതിലോട്ടൊന്ന് ഇട്ട് വെക്കാം കേട്ടോ. എക്സ്ട്രാ ഓയിലുണ്ടെങ്കിൽ അതൊന്നും വലിച്ചെടുത്തോളൂ. അടുത്തതും ഇതുപോലെ തന്നെ ഒന്ന് ഓയിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ടേ. അങ്ങനെ ഇതാ എല്ലാം ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്.
എഗ് ബോക്സ് കൂടെ റെഡിയാക്കി ഒന്ന് വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. പിന്നെ ചിക്കൻ നഗറ്റ്സും കട്ട് ഫ്രൂട്ട്സും പിന്നെ ഷമാമും പാലും മിൽക്ക് മെയ്ഡും 2 ഏലക്കയും കൂടെ ചേർത്ത് പിന്നെ കസ്കസൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു ഡ്രിങ്കാനായിട്ട് ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നോമ്പുതുറ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ചെറിയൊരു വീഡിയോ ആണ്, ചെറിയൊരു റെസിപ്പിയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാത്ത ഒരു ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.